കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 4 എ ഷീൽഡ് ഓഫ് കറേജ് എന്ന രണ്ടാമത്തെ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Bethany Hamilton's autobiography reveals the resilient spirit of a 13-year-old. ബെത്തനി ഹാമിൽട്ടന്റെ ആത്മകഥ 13 വയസ്സുള്ളൊരു കുട്ടിയുടെ ശക്തമായ മനോബലവും തളരാത്ത ആത്മാവും വെളിപ്പെടുത്തുന്നു. അതാണ് റെസിലിയന്റ് സ്പിരിറ്റ്, ശക്തമായ മനോബലവും തളരാത്ത ആത്മാവും. Her survival story is an inspiration to all. അവളുടെ ജീവൻ രക്ഷപ്പെട്ട കഥ എല്ലാവർക്കും പ്രചോദനമാണ്. Here is another real life story that exemplifies the indomitable human spirit. Indomitable human spirit എന്ന് പറഞ്ഞാൽ ഒരിക്കലും കീഴടങ്ങാത്ത മനോഭാവം. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിത കഥ, ഓക്കെ, ദാറ്റ് എക്സംപ്ലിഫൈസ്, അതായത് തെളിയിക്കുന്ന യഥാർത്ഥ ജീവിത കഥയാണ് നമ്മളിവിടെ താഴെ വായിക്കാൻ പോകുന്നത്. എ ഷീൽഡ് ഓഫ് കറേജ്. ഷീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കവചം, അതായത് എന്തിനെങ്കിലും നമ്മൾ തടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനത്തിനെയാണ് ഷീൽഡ് എന്ന് പറയുന്നത്. കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം അല്ലെങ്കിൽ ധീരത. അപ്പം എ ഷീൽഡ് ഓഫ് കറേജ് എന്ന് പറഞ്ഞാൽ ധീരതയുടെ കവചം. ഫസ്റ്റ് പാർട്ട് നമുക്ക് വായിച്ചു തുടങ്ങാം. ഇൻ എ ഡീപ്ലി മൂവിംഗ് സെറിമണി ഓൺ ദ റിപ്പബ്ലിക് ഡേ ഓഫ് 1987, നീർജ ബാനോട്ട് വാസ് posthumously conferred India's highest peacetime gallantry award, the Ashoka Chakra. 1987 റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന ഹൃദയസ്പർശിയായ ചടങ്ങിൽ, അതാണ് ഡീപ്ലി മൂവിംഗ് സെറമണി, ഹൃദയസ്പർശിയായ ചടങ്ങിൽ നീർജ ബാനോട്ടിന് മരണാന്തരം ഇന്ത്യയുടെ സമാധാന കാലത്തെ ഏറ്റവും ഉയർന്ന വീരത്വ പുരസ്കാരമായ അശോക ചക്രം നൽകി. വീരത്വ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഗാലൻട്രി അവാർഡ്. പിന്നെ മരണാന്തരം, പോസ്റ്റുമസ്ലി കൺഫേർഡ്, മരണാന്തരം നൽകി. കൺഫേർഡ് എന്ന് പറഞ്ഞാൽ നൽകുക. നീർജ വാസ് ദ ബ്രേവ് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ഹു ഹാഡ് സാക്രിഫൈസ്ഡ് ഹെർ ലൈഫ് ടു സേവ് പാസഞ്ചേഴ്സ് ഓൺ എ ഹൈജാക്ഡ് എയറോപ്ലെയിൻ. ആരായിരുന്നു നീർജ? നീർജ ഒരു ധൈര്യശാലിയായ ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിരുന്നു. ഇവരെന്താ ചെയ്തത്? അപഹരിക്കപ്പെട്ട വിമാനം, അതായത് ഹൈജാക്ഡ് പ്ലെയിൻ, ഈ ഹൈജാക്ക് ചെയ്ത പ്ലെയിനിലെ യാത്രക്കാരെ രക്ഷിക്കാനായിട്ട് ഇവരുടെ ജീവൻ തന്നെ ബലി കൊടുത്തു, അല്ലെങ്കിൽ ബലി അർപ്പിച്ചു. ദ സെറമണി അറ്റൻഡഡ് ബൈ ഡിഗ്നിറ്ററീസ്, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വാസ് എ ഫൈറ്റിംഗ് ട്രിബ്യൂട്ട് ടു നീർജാസ് ലെഗസി. ഡിഗ്നിറ്ററീസ് അതായത് പ്രമുഖർ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, ഇവരൊക്കെ പങ്കെടുത്ത ഈ ഒരു ചടങ്ങ് നീരജയുടെ ആ ധീരതയ്ക്ക് ലഭിച്ച അർഹമായ ആദരാഞ്ജലി ആയിരുന്നു. The Ashoka Chakra, presented by Gnani Sail Singh, the then President of India, was received by Neerja's mother, Rama Bhanot. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ജ്ഞാനി സെയിൽ സിംഗ് സമ്മാനിച്ച അശോക ചക്ര പുരസ്കാരം നീർജയുടെ അമ്മ രമ ബാനോട്ടാണ് ഏറ്റ് വാങ്ങിയത്. നീർജാസ് ഫാദർ ഹരീഷ് ബാനോട്ട് and her brothers were present to witness the ceremony. നീർജയുടെ പിതാവ് ഹരീഷ് ബാനോട്ട്, പിന്നെ ഇവരുടെ സഹോദരന്മാര്, ഇവരൊക്കെ ആ ചടങ്ങിന് സാക്ഷികളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്നതാണ് നീർജ ബാനോട്ട്. സെക്കൻഡ് പാരഗ്രാഫ്. നീർജ വാസ് ബോൺ ഓൺ 7 September 1963 in Chandigarh, India, where she grew up in a loving and supportive family. 1963 സെപ്റ്റംബർ 7 ഇന്ത്യയിലെ ചാണ്ഡിഗർ എന്ന സ്ഥലത്താണ് നീർജ ജനിക്കുന്നത്. അവൾ വളരെ സ്നേഹവും പിന്തുണയും നൽകുന്ന ഒരു കുടുംബത്തിലാണ് വളർന്നു വന്നത്. ഷീ സ്റ്റാർട്ടഡ് ഹെർ കരിയർ ആസ് എ മോഡൽ. ഒരു മോഡലായിട്ടാണ് അവൾ അവളുടെ ജീവിതം ആരംഭിക്കുന്നത്. ഹെർ എലിഗൻസ്, ഡെഡിക്കേഷൻ, കോൺഫിഡൻസ് ആൻഡ് പയസ് ലെഡ് ഹെർ ടു പെർസ്യൂ എ കരിയർ ഇൻ ദ എയർലൈൻ ഇൻഡസ്ട്രി. എലിഗൻസ് അതായത് വളരെ നല്ല പെരുമാറ്റം, സമർപ്പണം അതായത് ഡെഡിക്കേഷൻ, കോൺഫിഡൻസ് ആത്മവിശ്വാസം, പയസ് ശാന്തമായ ഭാവം, ഇതൊക്കെയാണ് ഇവൾക്ക് ഈ എയർലൈൻ ഇൻഡസ്ട്രിയിൽ ജോലി ലഭിക്കാൻ കാരണമായത്. പെർസ്യൂ എന്ന് പറഞ്ഞാൽ കാരണമായി തീരുക.
Neerja joined Pan Am as a flight attendant and quickly gained a reputation for professionalism and dedication to her work. നീർജ പാൻ ആം എന്ന് പറഞ്ഞൊരു എയർലൈൻ കമ്പനിയിലാണ് ജോയിൻ ചെയ്തത് ജോലിക്ക്. ഫ്ലൈറ്റ് അറ്റൻഡന്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്, അതായത് വിമാന സേവിക എന്നാണ് മലയാളത്തിൽ പറയാം. പിന്നെ ഇവള് വളരെ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പ്രൊഫഷണലിനെ പോലെ, അതായത് വളരെ പരിചയമുള്ള ഒരാളെ പോലെയാണ് ഈ ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയത്. അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പിന്നെ ഡെഡിക്കേഷൻ, വളരെ സമർപ്പിതയായിരുന്നു ഇവള്. ഇത് കാരണം എന്ത് പറ്റി, ഇവള് വളരെ പെട്ടെന്ന് തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ക്വിക്ലി ഗെയിൻ ദ റെപ്യൂട്ടേഷൻ, വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ അറിയപ്പെടാൻ തുടങ്ങി. മൂന്നാമത്തെ പാരഗ്രാഫ്. ഓൺ 5 September 1986, Pan Am Flight 73, a Boeing 747 aircraft bearing the registration N656PA was hijacked at Karachi International Airport, Pakistan. 1986 സെപ്റ്റംബർ 5-ന് N656PA എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള ബോയിങ് 747 വിമാനം പാൻ ആം ഫ്ലൈറ്റ് 73 പാകിസ്ഥാനിലെ കറാച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ഹൈജാക്ക് ചെയ്യപ്പെട്ടു, അതായത് അപഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെട്ടു. The flight was en route from Mumbai, India to New York City with scheduled stops in Karachi and Frankfurt. Neerja was on duty when the aeroplane was hijacked. ഈ വിമാനം ഇന്ത്യയിലുള്ള മുംബൈയിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റാണ്. ഇത് പോകുന്ന വഴിക്ക് കറാച്ചിയിലും ഫ്രാങ്ക്ഫർട്ടിലും ഇറങ്ങും, എന്നിട്ടാണ് ന്യൂയോർക്കിലേക്ക് പോവുക. അതാണ് ഇവരുടെ ഷെഡ്യൂൾ, പ്ലാൻഡ് ഷെഡ്യൂൾ. ഓക്കെ. നീർജ വാസ് ഓൺ ഡ്യൂട്ടി വെൻ ദ എയറോപ്ലെയിൻ വാസ് ഹൈജാക്ട്. ഈ എയറോപ്ലെയിൻ, അതായത് ഫ്ലൈറ്റ് 73, പാൻ ആം ഫ്ലൈറ്റ് 73 കറാച്ചിയിൽ വെച്ച് ഹൈജാക്ക് ചെയ്യപ്പെടുമ്പോൾ നീർജ ഈ ഫ്ലൈറ്റിലെ ഡ്യൂട്ടിയിലായിരുന്നു. ദ ഹൈജാക്കേഴ്സ് ഹാഡ് ഗെയിൻഡ് ആക്സസ് ടു ദ എയർക്രാഫ്റ്റ് പോസിംഗ് ആസ് എയർപോർട്ട് സെക്യൂരിറ്റി പേഴ്സണൽ. അങ്ങനെ ഈ ഹൈജാക്കേഴ്സ് ഈ എയർപ്ലെയിന്റെ അകത്ത് കയറിക്കൂടിയത് എയർപോർട്ട് സെക്യൂരിറ്റി പേഴ്സണൽ, അതായത് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതുപോലെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് ഇവർ ഈ പ്ലെയിനിന്റെ ഉള്ളിൽ കയറിക്കൂടിയത്. After the passengers and crew boarded the aircraft in Karachi, the hijackers took the control of the plane. അങ്ങനെ കറാച്ചി എയർപോർട്ടിൽ വെച്ചിട്ട് പാസഞ്ചേഴ്സും ക്രൂ മെമ്പേഴ്സും, അതായത് ജോലി ചെയ്യുന്നവരും എല്ലാവരും ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് അടച്ച് ഇത് ഫ്ലൈറ്റ് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ഹൈജാക്കേഴ്സ് എന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ പൈലറ്റിനെയൊക്കെ പിടിച്ചെടുത്ത് ഇവരുടെ കൺട്രോളിലാക്കി ആ ഫ്ലൈറ്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. The incident lasted around 17 hours and the passengers and crew were held hostage. ഈ സംഭവം ഏകദേശം 17 മണിക്കൂർ നീണ്ടു നിന്നു. യാത്രക്കാരെയും ജീവനക്കാരെയും ബന്ദികളാക്കി വെച്ചിരുന്നു. അതാണ് were held hostage എന്ന് പറഞ്ഞാൽ ബന്ദികളാക്കി വെച്ചിരുന്നു. The passengers were from various countries including the United States. അമേരിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഇതിലുള്ള യാത്രക്കാർ. The hijackers demanded the release of certain prisoners and threatened to kill the passengers if the demand were not met. അതായത് ഈ ഹൈജാക്ക് ചെയ്ത ആൾക്കാര് ചില പ്രത്യേക തടവുകാരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഡിമാൻഡ് ചെയ്യുക, ആവശ്യപ്പെട്ടു, നിർബന്ധമായിട്ട് പറഞ്ഞു വിട്ടയക്കണം എന്ന്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവര് ഇതിലെ യാത്രക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അതായത് ത്രട്ടൻ ചെയ്യുക, ഭീഷണിപ്പെടുത്തി. നാലാമത്തെ പാരഗ്രാഫ്. Neerja, the senior flight pursuer, played a crucial role in ensuring the safety of the passengers. സീനിയർ ഫ്ലൈറ്റ് പെർസ്യൂവർ ആയ നീർജ, അതായത് ക്യാബിൻ ക്രൂവിലെ സീനിയർ ആയ നീർജ, ഇവളാണ് ഇൻചാർജ്. ഇവള് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. അതാണ് played a crucial role എന്ന് പറയുന്നത്. She managed to hide the passports of American passengers, preventing the hijackers from identifying them. ഇവൾ എന്താ ചെയ്ത അറിയോ? അമേരിക്കക്കാരായ പാസഞ്ചേഴ്സിന്റെ പാസ്പോർട്ടൊക്കെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ഹൈജാക്കേഴ്സിന് ഈ അമേരിക്കക്കാർ ആരാണെന്ന് അറിയാൻ സാധിച്ചില്ല. ദിസ് ഹെൽപ്ഡ് സേവ് ലൈഫ്സ് ആസ് ദേ വർ ടാർഗറ്റിംഗ് അമേരിക്കൻസ്. അങ്ങനെ അവര് അമേരിക്കക്കാരെയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷെ ഈ പാസ്പോർട്ട് ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് പലരുടെയും ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. As hours passed, tension escalated.
അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി. അപ്പോഴത്തേക്കും ടെൻഷൻ വർദ്ധിച്ചു. എസ്കലേറ്റ് പറഞ്ഞാൽ കൂടി വന്നു. ആകെ ദേഷ്യം പിടിക്കാൻ തുടങ്ങി അവർക്ക്. കാരണം അവർക്ക് ഒരു വിവരവും കിട്ടുന്നില്ല. The hijackers became increasingly agitated and the situation grew more and more dangerous. അപ്പൊ ഇവര് ഈ പ്രിസണേഴ്സിനൊക്കെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവരെ വിട്ടോ ഇല്ലയോ, എന്താ തീരുമാനം, ഒരു ന്യൂസും കിട്ടുന്നില്ല. മണിക്കൂറുകൾ ഇങ്ങനെ കടന്നു പോവാണ്. അപ്പൊ ഇവർക്ക് ആകെ വെറുപ്പായി, ദേഷ്യം പിടിക്കാൻ തുടങ്ങി. ആ സിറ്റുവേഷൻ, ആ സാഹചര്യമൊക്കെ അങ്ങോട്ട് വല്ലാതെ ഡേഞ്ചറസ്, അപകടകരമാവാൻ തുടങ്ങി. Neerja's leadership and quick thinking were instrumental in guiding the passengers to escape through emergency exits, taking advantage of the chaos and confusion. ഇവിടെ ആ ഫ്ലൈറ്റിന്റെ അകത്ത് ആകെ കൺഫ്യൂഷനിലായി. ഈ ഹൈജാക്കേഴ്സിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അവർ തമ്മിലുള്ള ഒരു പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു പോയ മാതിരി തോന്നി അവർക്ക്. ആകെ കൺഫ്യൂഷനായി. ഈ കൺഫ്യൂഷന്റെ ഇടയിൽ നീർജന്റെ നേതൃത്വത്തിൽ ഇവള് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ആ പാസഞ്ചേഴ്സിനൊക്കെ എമർജൻസി എക്സിറ്റിലൂടെ പുറത്ത് കടക്കാനായിട്ട്, എസ്കേപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചു. 5ാമത്തെ പാരഗ്രാഫ്. ആഫ്റ്റർ എ 17-hour standoff, Neerja opened the emergency door and the evacuation chute and assisted the passengers escape, even though she could have been the first one to jump out. അങ്ങനെ 17 മണിക്കൂർ നീണ്ടു നിന്ന ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ശേഷം നീർജ എന്ത് ചെയ്തു, ആ എമർജൻസി ഡോർ അങ്ങ് തുറന്നിട്ട് ഇവാക്യുവേഷൻ ചൂട്ട് ഓപ്പൺ ആയി. ഓക്കെ, എന്നിട്ട് ഈ പാസഞ്ചേഴ്സിനൊക്കെ പുറത്തേക്ക് കടന്ന് ചാടി പോകാനായിട്ട്, അതിലൂടെ ചാടി പുറത്തേക്ക് പോകാനായിട്ട് ഇവള് സഹായിച്ചുകൊണ്ടിരുന്നു. ഇവളാണ് അത് തുറന്നത്. അപ്പം ആദ്യമായിട്ട് തന്നെ ഇവക്ക് അങ്ങോട്ട് ചാടി പോകായിരുന്നു. പക്ഷെ അവളത് ചെയ്തില്ല. ഇവള് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരുന്നു. ഇവാക്യുവേഷൻ ചൂട്ട് എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ നിറത്ത് കാണുന്ന 2 എണ്ണം കണ്ടോ, സ്ലൈഡ് പോലത്തെ സാധനം. ഇതിൽ നിറയെ കാറ്റാണ്. പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്താൽ കാറ്റ് ഓട്ടോമാറ്റിക്കായി നിറഞ്ഞ് ഒരു സ്ലൈഡ് പോലെ ഫോം ആവും. അതിലൂടെ ഊർന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. ട്രാജിക്കലി, as the hijackers opened fire on the passengers, she was shot while valiantly shielding 3 children from the bullets. വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, ഈ ഹൈജാക്കേഴ്സ് പാസഞ്ചേഴ്സ് ഒക്കെ ചാടിപ്പോകുന്ന കണ്ടപ്പോൾ വെടിവെക്കാൻ തുടങ്ങി. അപ്പോൾ അതിൽ 3 കുട്ടികളുണ്ടായിരുന്നു. ഈ 3 കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നീർജ എന്ത് ചെയ്തു, ഇവരുടെ മുമ്പിൽ ഒരു മറയായി പോയി നിന്നു. അതാണ് വാലിയന്റ്ലി ഷീൽഡിങ്. വളരെ ധീരതയോടുകൂടെ ഒരു മറയായി പോയി നിന്നു. ആ സമയത്ത് ഇവൾക്ക് വെടിയും കൊണ്ടു. Immediately, the Pakistani SSG stormed the plane, overpowering the hijackers and securing the release of the hostages. എന്താണ് ഇവിടെ പാകിസ്ഥാനി SSG എന്ന് പറയുന്നത്? SSG എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ്. അതായത് പാകിസ്ഥാനി ആർമിയിലുള്ള സ്പെഷ്യൽ ഓപ്പറേഷണൽ ഫോഴ്സ് അങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. വളരെ പെട്ടെന്നാണ് ഈ പാകിസ്ഥാനി SSG ഗ്രൂപ്പ് സ്റ്റോംഡ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞ ഒരു കൊടുങ്കാറ്റ് പോലെ ചാടിക്കയറി വന്ന് ഈ ഹൈജാക്കേഴ്സിനെ പിടിച്ച് കീഴ്പ്പെടുത്തി. അതോടുകൂടെ ഈ ബന്ദികളാക്കപ്പെട്ടവരൊക്കെ രക്ഷപ്പെട്ട് ഇറങ്ങിപ്പോയി. 6ാമത്തെ പാരഗ്രാഫ്. നീർജാസ് ഹീറോയിസം at the cost of her life saved the lives of the innocent children and many others on the flight. വളരെ ധീരതയോടുകൂടെ നീർജ അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് അവളുടെ ജീവൻ അവൾക്ക് നഷ്ടമായി. പക്ഷേ നിരപരാധികളായ കുട്ടികൾ പിന്നെ മറ്റു പലരുടെയും ജീവൻ അവൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. Her courage in sacrificing her life to protect the children is a testament to her selfless bravery. ഇവിടെ പറയുന്നു, കുട്ടികളെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ ത്യജിക്കാൻ അവൾ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, അത് അവളുടെ സ്വാർത്ഥരഹിതമായ വീരതയുടെ തെളിവാണെന്ന് പറയുന്നത്. അതാണ് ടെസ്റ്റ്മെന്റ് ടു ഹർ സെൽഫ്ലെസ് ബ്രേവറി, സ്വാർത്ഥരഹിതമായ വീരതയുടെ തെളിവ്. The hijacking of Pan Am Flight 73 still remains one of the significant incidents in aviation history. Pan Am Flight 73യുടെ അപഹരണം ഇന്നും ഈ വിമാനയാന ചരിത്രം, അതാണ് ഏവിയേഷൻ ഹിസ്റ്ററി, ഈ വിമാനയാന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് സിഗ്നിഫിക്കന്റ് ഇൻസിഡൻസ് ഇൻ ഏവിയേഷൻ ഹിസ്റ്ററി. ഓക്കെ, ആൻഡ് നീർജ ബാനോട്ട്സ് ഹീറോയിസം ആൻഡ് സാക്രിഫൈസ് വിൽ ലിവ് ഓൺ ഇൻ അവർ മെമ്മറി ദ വേൾഡ് ഓവർ. ഈ നീർജ ബാനോട്ടിന്റെ വീരതയും ത്യാഗവും ലോകമെമ്പാടും നമ്മുടെ ഓർമ്മകളിൽ എന്നും നിലനിൽക്കും. Her story inspired a generation and led to changes in aviation security procedures worldwide.
ഇവളുടെ ഈ കഥ, അതായത് ഈ സംഭവ കഥ, ഒരു തലമുറയെ തന്നെ പ്രചോദിപ്പിക്കുകയും ലോകമെമ്പാടുമുള്ള വിമാന സുരക്ഷാ നടപടികളിൽ മാറ്റങ്ങൾ വരാൻ കാരണമാവുകയും ചെയ്തു. 7ാമത്തെ പാരഗ്രാഫ്. The United States Congress Special Courage Award was posthumously conferred on Neerja Bhanot. നീർജ ബാനോട്ട് മരിച്ചതിന് ശേഷം അവരുടെ ധൈര്യത്തെ ആദരിച്ചുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസ് പ്രത്യേക ധൈര്യ പുരസ്കാരം നൽകി എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പോസ്റ്റുമസ്ലി കൺഫേർഡ് എന്ന് പറഞ്ഞാൽ മരണാന്തരം സമ്മാനിച്ചു, അതായത് മരണത്തിന് ശേഷം സമ്മാനിക്കുന്ന അവാർഡിനെയാണ് ഈ പോസ്റ്റുമസ്ലി കൺഫേർഡ് എന്ന് പറയുന്നത്. The Flight Safety Foundation, an international organization for aviation safety, also honored her posthumously with the Heroism Award. International Organization for Aviation Safety, വിമാനയാന സുരക്ഷയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടന. അപ്പൊ ഈ സംഘടന നീർജ ബാനോട്ടിന്റെ ധൈര്യത്തെ ആദരിച്ചിട്ട് അവരുടെ മരണശേഷം, അതാണ് പോസ്റ്റുമസ്ലി, അവരുടെ മരണശേഷം അവർക്ക് ഹീറോയിസം അവാർഡ്, ധീരതയ്ക്കുള്ള പുരസ്കാരം നൽകി. പാകിസ്ഥാൻ ഓണേർഡ് ഹെർ വിത്ത് തംക-ഇ-പാകിസ്ഥാൻ അവാർഡ് ഇൻ 1987. 1987 പാകിസ്ഥാൻ ധീരതയ്ക്കുള്ള അവാർഡ് നീർജ ബാനോട്ടിന് നൽകി. ടു കൊമമറേറ്റ് ഹെർ കറേജ്, നീർജാസ് ഫാമിലി സെറ്റ് അപ്പ് ദ നീർജ ബാനോട്ട് പാനാം ട്രസ്റ്റ്. അപ്പൊ നീർജയുടെ ധൈര്യം, ആ ഒരു കറേജ്, അവളുടെ ധൈര്യം, അതിന്റെ സ്മരണയ്ക്കായിട്ട് നീർജയുടെ കുടുംബം ഒരു ട്രസ്റ്റ് ആരംഭിച്ചു. ആ ട്രസ്റ്റിന്റെ പേരാണ് നീർജ ബാനോട്ട് പാനാം ട്രസ്റ്റ്. കമമറേറ്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അനുസ്മരിക്കുക. ഓക്കെ, സ്മരണ. ദ ട്രസ്റ്റ് റെക്കഗ്നൈസസ് ഇന്ത്യൻ വുമൻ ഹു ഫൈറ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എയർലൈൻ ക്രൂ ഹു ഡിസ്പ്ലേ കറേജ് ഇൻ മൊമെന്റ്സ് ഓഫ് ക്രൈസിസ്. അനീതികളെ നേരിടുന്ന ഇന്ത്യൻ സ്ത്രീകൾ, പിന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ ധൈര്യം കാണിക്കുന്ന വിമാന ജീവനക്കാർ, ഇങ്ങനെയുള്ളവർക്ക് ബഹുമതി നൽകുന്ന ഒരു ട്രസ്റ്റാണിത്. ദി 2016 ബോളിവുഡ് ഫിലിം നീർജ, എ ബയോപിക് ഓൺ ഹെർ ലൈഫ് ആൻഡ് സാക്രിഫൈസ്, ഡയറക്റ്റഡ് ബൈ റാം മാധവാനി, വാസ് എ ഹ്യൂജ് ഹിറ്റ്, വിന്നിംഗ് ദ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ ഹിന്ദി and special mention for the actor who did Neerja's role, Sonam Kapoor. നീർജ ബാനോട്ടിന്റെ ജീവിതവും ത്യാഗവും, അതാണ് ലൈഫ് ആൻഡ് സാക്രിഫൈസ്, ഇത് രണ്ടും ആസ്പദമാക്കിയിട്ട് 2016 നീർജ എന്ന പേരുള്ളൊരു സിനിമ സംവിധാനം ചെയ്തു. ആരാണ്? റാം മധ്വാനിയാണ് സംവിധാനം ചെയ്തത്. അത് വലിയ ഹിറ്റായി, ഭയങ്കര അംഗീകാരം ലഭിച്ചു അതിന്. അതുകൂടാതെ ഹിന്ദിയിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. പിന്നെ അതില് നീർജയുടെ റോൾ അഭിനയിച്ച സോനം കപൂറിന് പ്രത്യേക അംഗീകാരവും ലഭിച്ചു. കമ്പൈൽഡ് ഫ്രം വേരിയസ് ന്യൂസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? വിവിധ വാർത്താ റിപ്പോർട്ടുകളിൽ നിന്ന് ശേഖരിച്ച് തയ്യാറാക്കിയെടുത്തതാണ് ഈ ലെസൺ എന്നാണ് ഇവിടെ പറയുന്നത്. എ ഷീൽഡ് ഓഫ് കറേജ് എന്ന ഈ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണം.